അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. തേർഡ് സെമസ്റ്റർ ബികോം MDC അറബിക് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനാണ് ഇന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ അസ്സവാഹിൽ എന്ന പുസ്തകത്തിൻ്റെ അവസാന 2 പേജുകളിൽ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ നമുക്കെല്ലാവർക്കും കാണാം. അപ്പോൾ അതിൽ വന്നിട്ടുള്ള ചോദ്യങ്ങൾ അതെങ്ങനെയാണ് ഉത്തരം ചെയ്യേണ്ടത് എന്നാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ ചോദ്യങ്ങൾ ഒന്നാമത്തെ സെക്ഷൻ ടോട്ടൽ സീലിംഗ് 16 മാർക്കാണ്. അതിൽ 1 വേർഡ് ക്വസ്റ്റ്യൻസ് ആണ് ഉള്ളത്. ചിലത് നമുക്ക് ബ്രാക്കറ്റിന് സെലക്ട് ചെയ്യാനുണ്ടാവും, ചിലത് ചേരുംപടി ചേർക്കാനുണ്ടാവും. അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെയാണ്. അതിൽ ആദ്യത്തെ 4 ചോദ്യങ്ങൾ ബ്രാക്കറ്റിൽ നിന്ന് സെലക്ട് ചെയ്യാനാണ്. രണ്ടാമത്തെ ഭാഗം ചേരുംപടി ചേർക്കാനാണ്. മൂന്നാമത്തെ ഭാഗത്ത് ഒരു ജുംലയിലോ അല്ലെങ്കിൽ 2 ജുംല, ഒരു സെൻറ്റൻസിലോ 2 സെൻറ്റൻസിലോ ഉത്തരം ചെയ്യുന്ന ചോദ്യങ്ങളാണ്. രണ്ടാമത്തെ സെക്ഷൻ ബിയിൽ നമുക്കുള്ളത് ഫിക്രയാണ്. 6 സെൻറ്റൻസിൽ കുറയാത്ത പാരഗ്രാഫുകളാണ് എഴുതേണ്ടത്. ടോട്ടൽ സീലിംഗ് 24 മാർക്കാണ്. അതിൽ 5 ചോദ്യങ്ങളുണ്ടാവും. നമുക്ക് 5ഉം ആൻസർ ചെയ്യാം. ടോട്ടൽ 24 മാർക്കാണ് ഉണ്ടാവുക. മൂന്നാമത്തെ സെക്ഷൻ അത് എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. അതിൽ 2ൽ നമുക്ക് ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതിയാകും. 10 മാർക്കിൻ്റെ. അങ്ങനെ ടോട്ടൽ 50 മാർക്കിനാണ് നമ്മുടെ എക്സാം ഉണ്ടാവുക. വളരെ സിമ്പിൾ എക്സാമാണ്. നമുക്ക് കുറച്ച് കാര്യങ്ങളെ നമുക്ക് പഠിക്കാനുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ആൻസർ ചെയ്യേണ്ടത് എന്നുള്ളത് നോക്കാം. ഒന്നാമത്തെ ഭാഗം കമ്മിനൽ ഫറാഗ്, വിട്ട ഭാഗം പൂരിപ്പിക്കുക. ബിൽ ജവാബി സ്വഹീഹ്, ശരിയായ ഉത്തരം കൊണ്ട്. മിമ്മ ബൈനൽ കൗസൈൻ, ബ്രാക്കറ്റിൽ നിന്നും ശരിയായ ആൻസർ കൊണ്ട് എന്ത് ചെയ്യുക, ആ വിട്ട ഭാഗം പൂരിപ്പിക്കാനാണ്. ഒന്നാമത്തെ ചോദ്യം കാന ഡാഷ് മലിക്ക കാലിക്കുത്ത് ഐന്ദ കുദൂമിൽ പുർത്തുഗാൽ. പോർച്ചുഗീസുകാർ വന്ന സമയത്ത് കോഴിക്കോടിലെ രാജാവ് ആരായിരുന്നു എന്നാണ്. അദ്ദേഹമായിരുന്നു കോഴിക്കോടിലെ രാജാവ്. ആരായിരുന്നു നമുക്കറിയാം, സാമിരിയിലെ സാമൂതിരിയാണ് അന്നത്തെ കോഴിക്കോട് രാജാവ്. രണ്ടാമത്തെ ചോദ്യം മിൻ ഉമറായി ഉസ്തൂലി സാമിരി, സാമൂതിരി രാജാവിൻ്റെ നാവികസേന കപ്പൽ സേനയിൽപ്പെട്ട നേതാക്കളിൽപ്പെട്ട ആൾ ആരാണ് എന്നാണ് ചോദ്യം. കാളി മുഹമ്മദാണോ, മമ്പുറന്തങ്ങളാണോ, അതോ കുഞ്ഞാലി മരക്കാരാണോ? അല്ലേ, കുഞ്ഞാലി മരക്കാരാണ് നമ്മുടെ ഈ സാമൂതിരിയൊക്കെ ആയിട്ട് നല്ല അടുപ്പമുള്ളതും അവരുടെ പ്രതിരോധ പ്രവർത്തനങ്ങൾ കൂടുതൽ പ്രവർത്തിച്ച ആളുകൂടിയാണ് അല്ലേ. മൂന്നാമത്തെ ചോദ്യം ഉരുദ ഷെയ്ഖ് അൽ ഖാലി ഉമർ. നമുക്ക് ഉമർ ഖാലിയെ പറ്റിയൊരു പാഠം തന്നെ പഠിക്കാനുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു ചോദ്യം ചോദിച്ചിട്ടുള്ളത്. ഉമർ ഖാലി ജനിച്ചത് എന്നാണ്, ആ വർഷമാണ് 1711 ആണോ, 1217 ആണോ, 1177 ആണോ അല്ലേ? 1177 ഹിജ്റ വർഷം. 1177 ഉമർ ഖാലി ജനിക്കുന്നത്. നാലാമത്തെ ചോദ്യം അവ്വലു മസ്ജിദിൻ ബുനിയ ഫി കേരള, കേരളത്തിലെ ആദ്യത്തെ പള്ളി, കേരളത്തിലെന്നല്ല ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ പള്ളി നിർമ്മിക്കപ്പെട്ടത് എവിടെയാണ്? കൊടുങ്ങല്ലൂർ അല്ലേ. കൊടുങ്ങല്ലൂരിലാണ് ചേരമാൻ പള്ളി. അതാണ് ആദ്യമായിട്ട് നിർമ്മിച്ച പള്ളി എന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ള സിമ്പിളായിട്ടുള്ള ചോദ്യങ്ങൾ തന്നെ ആയിരിക്കും നിങ്ങൾക്കും 1 വേർഡ് ടൈപ്പ് പ്രതീക്ഷിക്കാവുന്ന. ചിലപ്പോൾ ഈ ചോദ്യങ്ങൾ തന്നെ ആവർത്തിച്ച് വന്നേക്കാം. ഓക്കെ, നമ്മുടെ ഒന്നാമത്തെ സെക്ഷനിലെ രണ്ടാമത്തെ ഭാഗം നോക്കാം. സ്വിൽ ബൈനൽ ഔദീൻ അല്ലേ. നിങ്ങൾ ചേരുംപടി ചേർക്കാനാണ്. അപ്പോൾ നമ്മുടെ ചോദ്യത്തിൽ ഓർഡറിലല്ല കൊടുത്തിട്ടുള്ളത്, അത് നമ്മൾ ചേർക്കണം. അപ്പോൾ അത് ചേർത്തിയിട്ടുള്ള രൂപത്തിലാണ് കൊടുത്തിട്ടുള്ളത്. ലാ ജിബായത്തലി അർലില്ല, അള്ളാൻ്റെ ഭൂമിക്ക് നികുതിയില്ല എന്ന് പറഞ്ഞ പ്രസിദ്ധനായിട്ടുള്ള പണ്ഡിതനാരാണ് നമുക്കറിയാം അല്ലേ. അൽ ഖാദി ഉമറുൽ ബിലൻകൂത്തി, ഉമർ ഖാദിയാണ്. ഉമർ ഖാദിയെ പറ്റി നമ്മൾ എഴുതുന്ന സമയത്ത് തന്നെ പ്രധാനപ്പെട്ടൊരു വേർഡാണ് ഏത്, ലാ ജിബായത്ത ലി അർദില്ല എന്നുള്ളത്. രണ്ടാമത്തേത് റിവായത്തു ചെമ്മീൻ എന്ന നോവൽ എഴുതിയതാരാണ്? തകഴി ശിവശങ്കര പിള്ളയാണ്. ഓക്കെ, മൂന്നാമത്തേത് ഏതാണ്? അവ്വലു കുല്ലിയത്തിൻ അറബിയത്തിൻ ഫി കേരള, കേരളത്തിലെ ആദ്യത്തെ അറബിക് കോളേജ് ഏതാണെന്നുള്ളതാണ്. ദാറുൽ ഉലൂം, വാഴക്കാടിലെ ദാറുൽ ഉലൂമാണ് കേരളത്തിലെ ആദ്യത്തെ അറബിക് കോളേജ്.
നാലാമത്തെ ചോദ്യം നമുക്കൊരു കസീത പഠിക്കാണ്ടല്ലേ, നബവുൻ യുക്രോബി കാരിസത്തിൻ തുഫ്സിയോ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ വയനാട് ദുരന്തവുമായിട്ട് ബന്ധപ്പെട്ട ഒരു കവിത നമുക്ക് പഠിക്കാണ്ട്. അത് എഴുതിയത് ആരാന്നാണ് ചോദിച്ചത്. അൻവർ അബ്ദുള്ള ഫൽഫരിയാണ് എഴുതിയിട്ടുള്ളത്. ഇത്തരത്തിലുള്ള ചേരുമ്പോൾ എന്തായാലും ഇങ്ങനെ കവിത എഴുതിയത് ആരാണ്, അതുപോലെ നോവൽ എഴുതിയ ആരാണ്, അങ്ങനെയൊക്കെയുള്ള സിമ്പിളായിട്ടുള്ള ചോദ്യങ്ങളായിരിക്കും ഈ ഭാഗത്ത് നിന്നുണ്ടാവുക. ഓക്കെ, ഇനി അതിലുള്ള മൂന്നാമത്തെ ഒരു ഭാഗമാണ് അജിബ് ഫി ജുംലത്തിൻ ഔ ജുംലത്തി. നമ്മൾ ഈ ചോദ്യങ്ങളെല്ലാം ശ്രദ്ധിക്കണം, ചോദ്യ ടേമുകൾ അറിഞ്ഞിട്ടില്ലെങ്കിലും പ്രശ്നമാണ്. അജിബ് ഫി ജുംലത്തിൻ ഔ ജുംലത്തിൻ, ഒരു ജുംല കൊണ്ടോ അതായത് ഒരു സെൻറ്റൻസ് കൊണ്ടോ അല്ലെങ്കിൽ രണ്ട് സെൻറ്റൻസ് കൊണ്ടോ നിങ്ങൾ എന്ത് ചെയ്യണം, ആൻസർ ചെയ്യുക. അപ്പോൾ ഈ ചോദ്യങ്ങൾക്ക് നമ്മൾ നീട്ടി പരത്തി എഴുതേണ്ട ആവശ്യമില്ല. ഒന്നെങ്കിൽ ഒരു സെൻറ്റൻസിൽ ഒതുക്കാൻ പറ്റുമെങ്കിൽ ഒതുക്കാം, അല്ലെങ്കിൽ രണ്ട് സെൻറ്റൻസ് വരെ ആവാം. ഓക്കെ, അതിൽ ഒന്നാമത്തെ ചോദ്യം നോക്കാം. മൻ ഖാന അൽ ഖാദി ഉമറുൽ ബിലങ്കൂത്ത്, അല്ലേ? ഉമർ ഖാദി ആരായിരുന്നു എന്നാണ് ചോദ്യം. ഉമർ ഖാദിയെ കുറിച്ച് നമുക്ക് കുറേ കാര്യങ്ങൾ എഴുതാം. അദ്ദേഹം നല്ല പണ്ഡിതനായിരുന്നു എഴുതാം, നല്ലൊരു യോദ്ധാവായിരുന്നു എഴുതാം, സൂഫി ആയിരുന്നു എന്ന് എഴുതാം, അല്ലേ? അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് എഴുതാൻ പറ്റും. നമുക്കിപ്പോൾ രണ്ട് സെൻറ്റൻസ് കൊടുത്താൽ മതി ഇവിടെ. അപ്പോൾ അതിലുള്ളതാണ് ഖാന ഉമർ ഖാദി. ഉമർ ഖാദി ആയിരുന്നു ഷഖ്സിയത്തൻ ഫരീദത്തൻ, ഒരു വേറിട്ട ഒരു വ്യക്തിത്വമായിരുന്നു, അല്ലേ? ജമാഅത്ത് ബൈനൽ ഇൽമി വൽ ജിഹാദി വ തസവുഫ്, ആത്മീയതയും അതുപോലെ തന്നെ ജിഹാദും അതുപോലെ തന്നെ വിജ്ഞാനവും എല്ലാം ഒരുമിച്ച് കൂടിയ ഒരു വേറിട്ടൊരു വ്യക്തിത്വമാണ് ഉമർ ഖാദി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കാന ആയിഷിക്കൻ റസൂലി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അദ്ദേഹം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നന്നായി ഇഷ്ക് വെക്കുന്ന ആളായിരുന്നു. അതുകൊണ്ട് തന്നെ ഹസാൻ മലൈബാർ എന്നൊക്കെ അദ്ദേഹത്തെ വിളിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഈ രണ്ട് പോയിൻ്റ് നമ്മൾ എന്ത് ചെയ്താൽ മതി, കൊടുത്താൽ മതിയാവും. അടുത്തൊരു ചോദ്യമാണ് ഉദ്കുർ ഇസ്മ സലാസത്തി കിതാബി അഗ്നിയത്തി മാപ്പിള. അതായത് മാപ്പിള പാട്ട് സലാസി കുത്താബ് എന്നാണ് കേട്ടോ, കിതാബല്ല. മാപ്പിളപ്പാട്ട് എഴുതുന്ന ആളുകൾ എന്നൊരു 3 ആളുകളെ പേരാണ്. നമുക്ക് മാപ്പിളപ്പാട്ട് എന്നൊരു ഭാഗം പഠിക്കാനുണ്ട്. അവിടെ ധാരാളം മാപ്പിള കവികളെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതിലുള്ള ഒരു 3 ആളുകളെ പേരാണ്, അല്ലേ? നമ്മളെപ്പോഴും കേൾക്കുന്ന പേരാണ് ഏത്, മോയിൻകുട്ടി വൈദ്യർ. അപ്പോൾ നമുക്ക് എന്തായാലും അറിയും. അതുപോലെ തന്നെ കുഞ്ഞായി മുസ്ലിയാർ, അത് പുലിക്കോട്ടിൽ ഹൈദർ, അതുപോലെ ON കരുവാരക്കുണ്ട്, ഒരാളുകളുണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒരു 3 പേര് നിർബന്ധമായിട്ടും പഠിക്കുക. ഇത് നമുക്ക് എന്തായാലും ഒരു ഫിക്രയോ എവിടെയെങ്കിലുമൊക്കെ അത് നമുക്ക് ചോദ്യമായിട്ടുണ്ടാവും. അപ്പോൾ ഒരു 3 ആളുകളെ പേരെങ്കിലും നമ്മൾ എന്ത് ചെയ്യുക, പഠിച്ച് വെക്കുക. ഓക്കെ, അതിൽ വന്ന അടുത്ത ചോദ്യമാണ് ഉദ്കുർ ഇസ്മ സലാസി റിവായാത്തി മലയാളമിയ. നിങ്ങൾ പറയാം 3 മലയാളം നോവലുകൾ മുത്തർജമത്തുനിൽ അറബിയ, അതായത് അറബിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ട മലയാളത്തിലെ 3 നോവലുകളെ പേരെഴുതാനാണ് പറഞ്ഞത്. ഒന്നാമത്തേതാണ് ആടുജീവിതം, അല്ലേ? ബെന്യാമിൻ എഴുതിയിട്ടുള്ള. ഇതിൽ നോവലിൻ്റെ പേരെ ചോദിച്ചിട്ടുള്ളൂ, അതുകൊണ്ട് നോവലിൻ്റെ പേര് മാത്രം എഴുതിയാൽ മതിയാകും. ഇത് നിങ്ങൾക്ക് എക്സ്ട്രാ അത് അറിഞ്ഞോട്ടെ എന്ന് എഴുതിയിട്ട് ആഡ് ചെയ്ത് കൊടുത്താണ്. ആടുജീവിതം അത് എഴുതിയതാണ് ബെന്യാമിനാണ്. അത് അറബിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തത് സുഹൈൽ വാഫിയാണ്. പിന്നെ ഒരു സങ്കീർത്തനം പോലെ അത് പെരുമ്പടവം ശ്രീധരൻ എഴുതിയിട്ടുള്ളതാണ്. അത് മുഹമ്മദ് ഇബ്രാഹിം ആണ് അറബിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തത്. പിന്നെ 4 കെട്ട് MT വാസുദേവൻ നായരുടെ നോവലാണ്. അത് മുസ്തഫൽ വാഫിയാണ് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തത്. അപ്പോൾ ഇവിടെ അറബിയിലേക്ക്, അപ്പോൾ മലയാളത്തിൽ നിന്നും അറബിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത ഏതെങ്കിലും ഒരു 3 രചനകളാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ രചനൻ്റെ പേര് മാത്രം കൊടുത്താൽ മതിയാകും. ഓക്കെ, നാലാമത്തെ ഒരു ചോദ്യമാണ് ഉക്തുബ് ഇസ്മ കിതാബി സയ്യിദ് അലവിൽ മംഫുറമി ഫിൽ മുക്കാവമത്തി. പ്രതിരോധ സാഹിത്യത്തിൽ മമ്പുറന്തങ്ങൾ എഴുതിയിട്ടുള്ള കിതാബിൻ്റെ പേരാണ്. ഇത് നമ്മളെ പുസ്തകത്തിൽ നമ്മൾ നോക്കിയിട്ട് നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. അപ്പോൾ മമ്പുറന്തങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കൽ ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടായിരിക്കും ഈ ക്വസ്റ്റ്യൻ ഇവിടെ വന്നത്. അപ്പോൾ സൈഫുൽ ബത്താർ എന്നൊരു ഗ്രന്ഥമാണ് അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായിട്ടുള്ള ഈ പ്രതിരോധ സാഹിത്യത്തിലെ അദ്ദേഹത്തിൻ്റെ കിതാബ്. ഓക്കെ, അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ ഒരു ജുംലയിലോ അല്ലെങ്കിൽ 2 ജുംലയിലോ നമ്മൾ എഴുതേണ്ട ചോദ്യങ്ങളെന്ന് പറയുന്നത്. ഇനി ഒന്നാമത്തെ A സെക്ഷനിലെ അടുത്തൊരു ഭാഗമാണ് അജിബ്, നിങ്ങൾ ഉത്തരം നൽകുക. ലിൽ അസ്ഇലത്തിൽ ആത്തിയ, താഴെയുള്ള ചോദ്യങ്ങൾക്ക് നിങ്ങൾ ഉത്തരം നൽകുക. ഹസ്ബൽ ഇർഷാദാത്തി ഫിൽ കൗസേനി, ബ്രാക്കറ്റിൽ നിങ്ങൾക്ക് നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ടാവും. ആ നിർദ്ദേശങ്ങൾ അനുസരിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ആൻസർ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ടേമുകളൊക്കെ നല്ലോണം പഠിച്ചിരിക്കും. ഇർഷാദാത്ത് പറഞ്ഞാൽ നമുക്ക് ഇൻസ്ട്രക്ഷൻ ആണ്. കൗസൈൻ എന്ന് പറഞ്ഞാൽ ബ്രാക്കറ്റ്, അസ്ഇല എന്ന് പറഞ്ഞാൽ ചോദ്യങ്ങൾ. ഓക്കെ, ആത്തിയത് പറഞ്ഞാൽ ഫോളോയിങ്.
അപ്പോൾ എന്താണ് ഒന്നാമത്തെ ചോദ്യം? ഒന്നാമത്തത് 4 ബാറിട്ട് 4 വേർഡ് കൊടുത്തിട്ടുണ്ട് അല്ലേ? ജരീദത്ത്, പിന്നെ വക്കം അബ്ദുൽ ഖാദർ മൗലവി, പിന്നെ അസ്സസ, സ്വദേശാഭിമാനി. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ഈ 4 വേർഡിൻ്റെ അർത്ഥം എന്താ അറിഞ്ഞിരിക്കണം അല്ലേ? ജരീദത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? പത്രം എന്നാണ് അർത്ഥം. വക്കം അബ്ദുൽ ഖാദർ മൗലവി അദ്ദേഹത്തിൻ്റെ പേരാണ്. അസ്സസ എന്ന് പറഞ്ഞാൽ നമ്മൾ ഫൗണ്ട് ചെയ്യുക എന്നൊക്കെ അല്ലേ, ഒന്ന് സ്ഥാപിക്കുക ആണ് അസ്സസ എന്ന് പറയുക. സ്വദേശാഭിമാനി എന്നുള്ളത് ഒരു പത്രത്തിൻ്റെ പേരാണ്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് അറബ് എഴുതുക? അറബ് എഴുതുമ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? അവിടുത്തെ ഫെയിലാണ് നമ്മൾ എഴുതേണ്ടത്. അപ്പോൾ ആദ്യം നമ്മൾ എന്ത്, ഇവിടുത്തെ ഫെയിൽ ഏതാ, പ്രവൃത്തി ഏതാണ്? അസ്സസ എന്നുള്ള സ്ഥാപിച്ചു അല്ലേ? അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ആൻസർ എഴുതുമ്പോൾ ബ്രാക്കറ്റ് കണ്ടില്ലേ, റത്തിബിൽ കെലിമാത്തിൽ ആത്തിയ. നിങ്ങൾ ഈ കെലിമത്തുകൾ നിങ്ങൾ ഓർഡർ ആക്കുക. ഹൈസു തെക്കൂന ജുംലത്തൻ മുഫീദത്തൻ. അതെന്താവണം? ഒരു മുഫീദായിട്ടുള്ള ജുംല, ആ നല്ല ഒരു ഫായദ കിട്ടുന്ന ഒരു ജുംലയായിട്ട് നിങ്ങളതിനെ തർത്തീബാക്കണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഇവിടുത്തെ ഫിയലാണ് ആദ്യം കൊടുക്കേണ്ടത്. അസ്സസ അല്ലേ, സ്ഥാപിച്ചു. ആര് സ്ഥാപിച്ചു? അപ്പോൾ അവിടെ ആരെ കൊടുക്കേണ്ടത്? രണ്ടാമത് വക്കം അബ്ദുൽ ഖാദർ മൗലവി. എന്ത് സ്ഥാപിച്ചു? ജദീദത്ത, പത്രം അല്ലേ? ഏത് പത്രം? സ്വദേശാഭിമാനി. അങ്ങനെയാണ് അതിൻ്റെ ഓർഡർ കൊടുക്കേണ്ടത്. ഓക്കെ. രണ്ടാമത്തെ ഒരു ചോദ്യമാണ് ജാഹദ അതേപോലെ റത്തബ. 2 ഫിയലുകൾ നൽകിയിട്ടുണ്ട്. ഉക്തുബിൽ മുലാരിയ ലി ഹാദൈനിൽ ഫിയലൈനി. നിങ്ങൾ ഇതിൻ്റെ മുലാരിയ, ഈ 2 ഫീലിൻ്റെയും മുലാരിയ എഴുതാനാണ് അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? മാലിയും മുലാരിയൊക്കെ നമ്മൾ പഠിച്ചിരിക്കണം, സർഫുകൾ. അപ്പോൾ ജാഹദ എന്ന ഫീലിൻ്റെ മുലാരി എങ്ങനെയാണ്? ജാഹദ യുജാഹിദു, ഫാഅല യുഫാഇലു, ഖാതല യുഖാതിലു, അങ്ങനെയാണ് വരിക. പിന്നെ രണ്ടാമത്തെ റത്തബ. റത്തബ എങ്ങനെയാണ്? റത്തബ യുറത്തിബു, അല്ലമ യുഅല്ലിമു, ദർറസ യുദർരിസു, ഷറഫ യുഷരിഫു. അങ്ങനെയാണ് അതിൻ്റെ മുലാരിയ വരിക. ഇതാണ് അടുത്തതിൻ്റെ ആൻസർ വരുന്നത്. ഓക്കെ. അതിലുള്ള മൂന്നാമത്തെ ചോദ്യം നോക്കാം. ഇസ്തഅമറ അല്ലേ? നമ്മൾ ഇസ്തിഅമാറുൽ ബരീത്വാനൊക്കെ പഠിച്ചിട്ടുണ്ട്, ബ്രിട്ടീഷ് അധിനിവേശം അല്ലേ? അപ്പോൾ ഇസ്തഅമറ എന്നൊക്കെ പറഞ്ഞാൽ അധിനിവേശം നടത്തി എന്നുള്ളതാണ്. ആ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുള്ള എന്താണ്? ഇസ്തഅമിൽ ഫിൽ ജുമലി. ഇത് നിങ്ങളൊരു ജുംലയിൽ ഉപയോഗിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇസ്തഅമറ എന്നൊരു വേർഡ് നമ്മൾ സെൻറ്റൻസ് ആക്കിയിട്ട് എന്ത് ചെയ്യുക? നമ്മൾ ഉപയോഗിക്കുക എന്നുള്ള സിമ്പിളാണ് അല്ലേ? ഇസ്തഅമറ എന്ത് ചെയ്തു? അധിനിവേശം നടത്തി. ആര്? അൽ ബുർത്തുഗാലിയൂൻ, പോർച്ചുഗീസുകാർ അലാ കേരള, കേരളത്തിൻ്റെ മേലിൽ. അപ്പോൾ സിമ്പിളായിട്ടുള്ള സെൻറ്റൻസായി. അപ്പോൾ നമുക്ക് ഇത് ഇങ്ങനെ സെൻറ്റൻസ് എഴുതണമെങ്കിൽ നമുക്ക് എന്താ അറിയണം? ഇസ്തഅമറ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയണം. അപ്പോൾ നമ്മുടെ ബുക്കിലുള്ള പ്രധാനപ്പെട്ട ഹെഡിങ്ങുകളും ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം? അറിഞ്ഞിരിക്കണം. ഓക്കെ. അടുത്ത ചോദ്യമാണ് അടുത്തൊരു മിൻ മുഅല്ലഫാത്തി ഷെയ്ഖ് ഉമറുൽ ബിലങ്കൂതി. വെളിയങ്കോട് ഉമർ ഖാദിയുടെ രചനയിൽപ്പെട്ടതാണ് കിതാബ് തുഹ്ഫത്തുൽ മുജാഹിദീൻ എന്നുള്ളത്. ബ്രാക്കറ്റ് കൊടുത്ത് എന്താണ്? സ്വഹീഹുൽ ഖത്തോ. ഖത്തോ എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള തെറ്റ്. അപ്പോൾ നിങ്ങൾ തെറ്റ് തിരുത്താനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയാം കേരളത്തിൻ്റെ ചരിത്ര ഗ്രന്ഥം എന്ന് പറയുന്നത് തുഹ്ഫത്തുൽ മുജാഹിദീനാണ്. അത് എഴുതിയിട്ടുള്ളത് ആരാണ്? സൈനുദ്ദീൻ മഖ്ദൂമാണ് അല്ലേ? അപ്പോൾ ഇവിടെ തെറ്റെവിടെയാണ്? ഉമറുൽ ബിലങ്കൂത്തി എന്ന് മാറ്റിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? സൈനുദ്ദീൻ മഖ്ദൂം എന്നാക്കണം. മിൻ മുഅല്ലഫാത്തി ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം കിതാബ് തുഹ്ഫത്തുൽ മുജാഹിദീൻ എന്നാക്കണം. ഇതാണ് ഇത്തരത്തിലുള്ള സിമ്പിളായിട്ടുള്ള നമുക്ക് എല്ലാവർക്കും പരിചിതമായ പോയിന്റുകൾ തന്നെയായിരിക്കും ചോദ്യങ്ങളായിട്ടുണ്ടാവുക. നമ്മൾ ടെൻസ്ഡ് ആവേണ്ട ആവശ്യമില്ല. ഓക്കെ. അടുത്തൊരു ഏരിയയാണ് പാരഗ്രാഫ് ഏരിയ, ഷോർട്ട് പാരഗ്രാഫ്. ഉക്തുബ് ഫിക്രത്താണ് പാരഗ്രാഫാണ്. മൂജസാണ് ഷോർട്ട്. അപ്പോൾ ഒരു ഷോർട്ട് പാരഗ്രാഫ് എഴുതാനാണ്. അനിൽ അനാവീനി താലിയത്തി. അനാവി എന്ന് പറഞ്ഞാൽ ടൈറ്റിൽ, താലിയത്തിയാണ് ഫോളോവിങ്, താഴെയുള്ള. അപ്പോൾ താഴെയുള്ള ഈ ടൈറ്റിലിൽ ഈ വിഷയത്തിനനുസരിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ഒരു ഷോർട്ട് പാരഗ്രാഫ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ബ്രാക്കറ്റ് കൊടുത്തിട്ടുണ്ട്. സിത്തു ജുമലിൻ അലൽ അക്കല്ല്, 6 ജുംലകൾ ചുരുങ്ങിയത് വേണമെന്നുള്ളത്. അപ്പോൾ ചുരുങ്ങിയത് 6 ജുംല ഉണ്ടായാൽ നിങ്ങൾക്ക് എന്തായി? ഫുൾ മാർക്ക് കിട്ടും. 6ൽ കുറയരുത്. ഓക്കെ. അപ്പോൾ 6 പോയിന്റുകളെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം? സെൻറ്റൻസുകളെങ്കിലും നമ്മളതിൽ ഉൾപ്പെടുത്തണം. ഒന്നാമത് ചോദ്യം എന്താണ്? ഉസ്രത്ത് കുഞ്ഞാലി അല്ലേ? കുഞ്ഞാലിമാർക്കാർ അവരുടെ കുടുംബം ഉണ്ടല്ലോ. ദൗറുഹു ഫിൽ മുക്കാവമത്ത് ലിദ്ദൽ ഇസ്തിഅമാരിൽ ബുർത്തുഗാലിയൻ. ദൗറുഹു അവരുടെ പങ്ക്, ഫിൽ മുക്കാവമത്തി പ്രതിരോധത്തിൽ, ലിദ്ദൽ ഇസ്തിഅമാരിൽ ബുർത്തുഗാലിയൻ പോർച്ചുഗീസ് അധിനിവേശത്തിനെതിരെ ഉള്ള പ്രതിരോധത്തിൽ കുഞ്ഞാലിമരക്കാരുടെ കുടുംബത്തിൻ്റെ
പങ്കിനെ കുറിച്ചിട്ടാണ് എഴുതാനുള്ളത്. അപ്പോൾ നമ്മൾ 6 പോയിൻ്റ് അതിൽ കൊടുക്കണം. ഒന്നാമത്തത് നഷ്അത്തു ഉസ്രത്ത് കുഞ്ഞാലി ഫി കേരള, അല്ലേ, കേരളത്തിൽ ആ കുഞ്ഞാലിമാർക്കാർ അവരുടെ കുടുംബത്തിൻ്റെ വളർച്ച തീർത്തും എന്തായിരുന്നു, ഒരു നല്ല ഒരു ഇസ്ലാമിക് ആയിട്ടുള്ളൊരു കുടുംബമായിരുന്നു, അല്ലേ, അത് നമ്മൾ പറയണം ആദ്യം. പിന്നെ രണ്ടാമത്തെ മുക്കാവമത്തുൽ ഇസ്തിമാരിൽ ബുർത്തുഗാലി, ആ കുടുംബം പോർച്ചുഗീസ് അധിനിവേശത്തിനെതിരെ എന്ത് ചെയ്തിരുന്നു, അവർ നന്നായിട്ട് പ്രവർത്തിച്ചിരുന്നു എന്നൊരു പോയിൻ്റ് കൊടുക്കുക. മൂന്നാമത്തേത് ഖിയാദത്തുൽ ഹറക്കാത്ത് ഷഅബിയ വൽ അസ്കരിയ, നാട്ടിലെ സാമുദായികമായിട്ടും അതുപോലെ തന്നെ സൈന്യങ്ങൾ, അല്ലേ, ഇവരുടെ മൂവ്മെൻറ്റിലൊക്കെ ഇവരെന്ത് ചെയ്തിരുന്നു, നേതൃത്വം വഹിച്ചിരുന്നു ഖിയാദത്തിലെ, ആ പോയിൻ്റ് കൊടുക്കുക. പിന്നെ ഏതാണ് തഹാലുഫ് മായ സുഹമാ ഇ മഹല്ലിയീൻ, അവരെന്ത് ചെയ്തിരുന്നു, പിന്നെ പ്രാദേശിക നേതാക്കന്മാരൊപ്പമുള്ള അവരുടെ പ്രവർത്തനങ്ങൾ, അല്ലേ. അതുപോലെ ഹിമായത്തു തുറാസി വൽ ആദാത്ത്, ഇവിടുത്തെ ആചാരങ്ങളും അതുപോലെ തന്നെ ഇസ്ലാമിൻ്റെ പൈതൃകമൊക്കെ സംരക്ഷിച്ച് പോകുന്ന ഒരു കുടുംബമായിരുന്നു അവരല്ലേ. അതുപോലെ ഇർസു താരീഖിൽ നിൽവാലി വ സുമൂദ്, ചരിത്രപരമായിട്ട് അവരെ ഒരു പിന്നെ പ്രതിരോധത്തിൻ്റെയും സംരക്ഷണത്തിൻ്റെയൊക്കെ പ്രതീകമായിട്ട് സിമ്പിളായിട്ട് അവരെ കാണുന്നുണ്ട്. ഇത്തരത്തിലുള്ള 5-6 പോയിൻ്റ്. കുഞ്ഞാലിമാർക്കാർ എന്ന കുടുംബം പോർച്ചുഗീസുകാർക്കെതിരെ പടം നയിച്ച പ്രധാനപ്പെട്ട ഒരു കുടുംബമായിരുന്നു എന്നൊക്കെ നമ്മൾ സെൻട്രലൈസ് ചെയ്തുകൊണ്ടുള്ള ഒരു 5-6 സെൻറ്റൻസാണ് നമ്മൾ കൊടുക്കേണ്ടത്. ഓക്കെ, അതിലുള്ള രണ്ടാമത്തെ ചോദ്യമാണ് തബാദുലാത്തുൽ അദബിയ ബൈന കേരള വൽ അറബ്, കേരളക്കാരും അറബികളും തമ്മിലുള്ള സാഹിത്യ കൈമാറ്റങ്ങളാണ്, അല്ലേ, തബാദുൽ. അവിടെ നമ്മൾ നിർബന്ധമായിട്ട് കൊടുക്കേണ്ട ഒന്നാമത്തെ പോയിൻ്റ് എന്ന് പറയുന്നത് അലാഖാത്തുൻ ഖദീമ ബൈന കേരള വൽ അറബ് ഐബറ തിജാറത്തി, കച്ചവട മുഖേന കേരളക്കാരും അറബികളും തമ്മിൽ പണ്ടേ ഉള്ള ബന്ധം, അല്ലെ, അലാഖാത്ത്, അത് നമ്മൾ ജസ്റ്റ് ഒന്ന് അവിടെ നിന്ന് കൊടുക്കണം. അതുപോലെ തന്നെ തഅ്സീറുൽ ലുഗത്തുൽ അറബിയ ഫിൽ അദബിൽ മലയാളി, മലയാള സാഹിത്യത്തിൽ അറബ് ഭാഷയുടെ സ്വാധീനം, അല്ലേ, മലയാള സാഹിത്യത്തിലേക്ക് അറബിക്കുന്ന ധാരാളം വേർഡുകൾ വന്നിട്ടുണ്ട്, അത് നമുക്ക് ജസ്റ്റ് ഒന്ന് സൂചിപ്പിക്കാം. അതുപോലെ തർജമത്തു കുത്തുബിൻ അറബിയയിലെ ലോകത്തിൽ മലയാളമിയ, അറബി ബുക്കുകൾ മലയാളത്തിലേക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ധാരാളം ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ തർജമത്ത് കുത്തു മലയാളമിയ ഇല ലോകത്തിൽ അറബിയ, മലയാളം പുസ്തകങ്ങൾ അറബിയിലേക്കും, നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ആടുജീവിതം ഇതൊക്കെ, അതും നമ്മൾ എന്ത് ചെയ്യണം, അതൊക്കെ നമ്മൾ ഇവിടേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. അതൊരു ഷുറാവു കേരള തഅസ്സറുബിൽ ഉസ്ലൂബിൽ അറബി, കേരളത്തിലെ കവികൾ അറബിക് ശൈലികൾ അവരെന്ത് ചെയ്തു, സ്വാധീനിച്ചിരുന്നു, അല്ലേ. അതുപോലെ തആവുനു സഖാഫി മുസ്തമിറുൻ ഹത്തൽ യൗം, ഈ ദിവസം വരെ, ഇന്ന് വരെ നമ്മളും അവരും തമ്മിലുള്ള പരസ്പര സംസ്കാര സഹകരണം, അല്ലേ, നിലനിൽക്കുന്ന, അതൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, അറബികളും കേരളവും തമ്മിൽ നടക്കുന്ന ഒരു സാഹിത്യ കൈമാറ്റം എന്ന വിഷയത്തിൽ നമ്മൾ കൊടുക്കേണ്ടത്. ഇതിൽ ഹൈലൈറ്റ് ചെയ്ത പോയിന്റ് എന്ന് പറയുന്നത് ട്രാൻസ്ലേഷനാണ്. നമ്മൾ പിന്നെ പരിഭാഷകൾ അങ്ങോട്ട് മലയാളത്തിൽ നിന്ന് അറബിയിലേക്കും അറബിയിൽ നിന്ന് മലയാളത്തിലേക്കും ആ പോയിന്റ് നിർബന്ധമായിട്ടും കൊടുക്കേണ്ടതാണ്. ഓക്കെ, അടുത്ത ചോദ്യം അലാഖാത്തു തിജാരിയ അലി കേരള മഅൽ അറബ്, കേരളത്തിന് അറബികളുമായിട്ടുള്ള കച്ചവട ബന്ധത്തിനെ കുറിച്ചിട്ടുള്ള പാരഗ്രാഫാണ്, അല്ലേ. അവിടെ നമ്മൾ നിർബന്ധമായിട്ട് കൊടുക്കേണ്ട ഒരു 4-5 പോയിന്റ് കൊടുത്തിട്ടുണ്ട്. കാനത്ത് സവാഹിലു മറാക്കിസ് തിജാറത്തി, കേരളത്തിലെ തീരങ്ങൾ എന്തായിരുന്നു, കച്ചവട കേന്ദ്രങ്ങളായിരുന്നു, ആ പോയിന്റ് നിർബന്ധമായിട്ടും കൊടുക്കണം. ഏതൊക്കെയാണ് കച്ചവടം ചെയ്തത്, ഫുൽ സൗദിൽ അസ്വദിലെ പിന്നെ കുരുമുളക്, അതുപോലെ ഇഞ്ചി, ഏലം, ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ, അല്ലേ. അതുപോലെ ഫിൽ മുക്കാബിൽ, അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് എന്തു ചെയ്തിരുന്നു, കാനത്ത് കേരളക്കാർ തസ്തൗരിദ് ദഹബ അൽ ഉത്തൂറ വൽ ഉലുവ മിനൽ അറബി, അറബികളിൽ നിന്നും മുത്തും അതുപോലെ അത്തറുകളും സ്വർണവും അവിടെ നിന്ന് ഇങ്ങോട്ടും എന്ത് ചെയ്തിരുന്നു, ഇറക്കുമതി ചെയ്തിരുന്നു, അത് നമ്മുടെ ആഡ് ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ എന്നായിരുന്നു കേരളക്കാരും ഇവരൊക്കെ ആദ്യമായിട്ട് ബന്ധം സ്ഥാപിച്ചത്, അവ്വയുത്തിസാലും ബൈന കേരള വൽ അറബ് കാന ഫിൽ കർണി സാബി മീലാദി, മീലാദിൻ്റെ സാബി എന്നാണ് കേട്ടോ, 7-ാം നൂറ്റാണ്ട് AD 7-ാം നൂറ്റാണ്ടിലാണ് കേരളക്കാരും അറബികളും ആദ്യമായിട്ട് ബന്ധപ്പെടുന്നത്. പിന്നെ മുസ്തലഹാത്തുൽ അറബിൽ, അറബിയിലേക്ക് പിന്നെ അറബ് വേർഡുകൾ ഏതുപോലെ റദ്ദ്, ബദല്, മുൻസിഫ്, തഹസിൽദാർ, കറാർ, ഈ വേർഡൊക്കെ അറബിയിൽ നിന്നും മലയാളത്തിലേക്ക് വന്നതാണ്. ഇത്തരത്തിൽ കച്ചവട ബന്ധം കൊണ്ട് കിട്ടിയ കാര്യങ്ങളാണ് ഇതൊക്കെ. ഇങ്ങനെയുള്ള കുറച്ച് പോയിന്റുകൾ സെൻട്രലൈസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ പാരഗ്രാഫ് എഴുതേണ്ടത്. അടുത്തൊരു ചോദ്യമാണ് വുസൂലുൽ ഇഫ്രഞ്ച് ഇല മലബാർ, അല്ലേ, മലബാറിലേക്ക് പോർച്ചുഗീസുകാർ, ഫ്രഞ്ച് എന്ന് പറഞ്ഞാൽ ഫ്രഞ്ച് അല്ല കേട്ടോ, അത് മനസ്സിലാക്കണേ, ഫ്രഞ്ചുകാരല്ല, ഫ്രഞ്ച് എന്താണ് ഇവരാണ് പോർച്ചുഗീസുകാരാണ്. പോർച്ചുഗീസുകാരുടെ മലബാറിലേക്കുള്ള വരവ്, അവിടെ നമ്മൾ കൊടുക്കേണ്ട പോയിന്റുകളാണ് താഴെ കൊടുത്തില്ല. എന്നാണ് പോർച്ചുഗീസുകാർ വന്നത്, വസുല പുർത്തുഗാലിയിലെ കേരള
1498 ബി സലാസ് സഫനിലെ 3 കപ്പലിലാണ് അവർ കേരളത്തിലേക്ക് വന്നത്. എന്നിട്ട് അവരെന്ത് ചെയ്തു? ഇൻതക്കലൂല കാലിക്കുത്ത്, അവർ കാലിക്കറ്റിലേക്ക് പോയി. ഹദഫുഹുമുർ റഈസ് ഇഹ്തികാറു തിജാറത്തിൽ ഫുൽഫുൽ, അവിടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്നുള്ള എന്തായിരുന്നു? ഇവിടെ പിന്നെ കുരുമുളക് കച്ചവടം, അതിൻ്റെ ഒരു ആധിപത്യം നേടുക എന്നുള്ളതായിരുന്നു. അങ്ങനെ തോലബു ഹാക്കിമ കാലിക്കൂത്ത് സാമരി, കോഴിക്കോടിലെ സാമൂതിരി രാജാവിനോട് ആവശ്യപ്പെട്ടു. ബിമൻ തിജാറത്തിൽ മുസ്ലിമീങ്ങളെ കച്ചവടത്തിന് വിലക്കണമെന്ന് പറഞ്ഞു അല്ലേ. പക്ഷെ അതിനെതിരെ പോരാട്ടം നടക്കുകയും കുത്തില നെഹ്വു സിത്തീന ഔ സബീന ബുർത്തുഗാൽ 60-70 പോർച്ചുഗീസുകാർ കൊല്ലപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ അവരെന്ത് ചെയ്യുന്നുണ്ട്? അവിടുന്ന് പേടിച്ച് ഓടി അവർ തവജ്ജഹില കൊച്ചി, അവർ കൊച്ചിയിലേക്ക് പോകുന്നുണ്ട്. വസോലഹു അഹ്ല, അങ്ങനെ അവിടുത്തെ ആളുകളുമായിട്ട് അവർ സന്ധിയിൽ ഏർപ്പെടുന്നു. ബനൗ ഔവല കൽഅത്തിൻ ഫിൽഹിന്ദ്, അവിടെ ഒരു ആദ്യത്തെ ഒരു കോട്ട അവിടെ നിർമ്മിക്കുന്നുണ്ട്. പിന്നെ അവർ കണ്ണൂരിലേക്ക് പോകുന്നുണ്ട്. ബനൗ കൽഅത്തൻ, അവിടെയും ഒരു കോട്ട നിർമ്മിക്കുന്നുണ്ട്. അങ്ങനെ തെസായത കുവ്വത്തും, അവരുടെ ശക്തി വർദ്ധിച്ചു. അഹ്റഖു മസാജിർ, പള്ളികളൊക്കെ ധാരാളം കത്തിച്ചു. സാദത്ത് കുവ്വത്തുഹും ആമിൻ ബഅദ ആമിൻ, ഓരോ വർഷം കഴിയുന്തോറും അവിടെ ശക്തി ഇങ്ങനെ വർദ്ധിച്ചു കൊണ്ടേയിരുന്നു. ഇത്രയൊക്കെ പോയിന്റുകൾ, ഇതിലെല്ലാം കൊടുക്കണമെന്നില്ല, ഏതെങ്കിലും ഒരു 6 പോയിന്റ് സെലക്ട് ചെയ്തിട്ട് ആണ് നമ്മൾ പാരഗ്രാഫ് എഴുതേണ്ടത്. ഓക്കെ, അടുത്ത ഒരു പാരഗ്രാഫ് ചോദ്യമാണ് ഖുലാസത്തുൽ ഖസീദത്തു ഖൈറള ഔ ഖൈറുള്ള. MK അഹ്മദ് മൗലവിയുടെ അവസാനത്തെ ഒരു കസീദ ഉണ്ടല്ലേ, കേരള ഔ ഖൈറുള്ള എന്ന് പറയുന്ന ഒരു കസീദ. ആ കസീദയെക്കുറിച്ചുള്ളൊരു ആസ്വാദനക്കുറിപ്പ് ചെറിയൊരു പിന്നെ ഷോർട്ടാക്കിയിട്ട് എഴുതാനാണ് പറഞ്ഞത്. അപ്പോൾ ആ കസീദിൽ പ്രധാനമായിട്ടും പറയുന്നത് എന്താണ്? അൽ കസീദ് തമജ്ജദ ജമാല വിലായത്തി കേരള അല്ലേ, കേരളത്തിൻ്റെ ഭംഗി അവരെ വ്യക്തമാക്കിയിട്ട് പറയുന്നുണ്ട്. തുദിഹ്റുൽ അലാഖത്തു ബൈനൽ ഇൻസാനി വ ത്വബീഅ, മനുഷ്യനും പ്രകൃതിയും, ത്വബീഅന പ്രകൃതിയും തമ്മിലുള്ള അലാഖത്തിലെ ബന്ധം, അതിനെക്കുറിച്ച് അതിൽ പറയുന്നുണ്ട്. അതുപോലെ തുഅബ്ബിറു അനിൽ ഫഖ്രി ബിൽ വത്നി വൽ ഇന്തിമാ, നമ്മുടെ ഈ രാജ്യത്തോടുള്ള, നമ്മുടെ നാടിനോടുള്ള നമ്മുടെ ഒരു ഫഖ്ർ അല്ലേ, നമ്മൾ പൊങ്ങച്ചെന്നൊക്കെ പറയില്ലേ, അത് ഇതിൽ എക്സ്പ്രസ് ചെയ്യുന്നുണ്ട്. അത് തസിഫ് ഖലറത്തൽ ജിബാലി വസഹ്റിൽ ബിഹാർ, അതുപോലെ തന്നെ സമുദ്രങ്ങളെക്കുറിച്ചിട്ടും പർവ്വതങ്ങളിലെ പച്ചപ്പിനെ കുറിച്ചിട്ടൊക്കെ ഇതിൽ വിശേഷിപ്പിക്കുന്നുണ്ട്. തുബ്രിസുൽ ഖയ്യിമ ദീനിയ വ സഖാഫി അൽ ഷേബ്, ഒരു ജനതയ്ക്ക് വേണ്ട സാംസ്കാരികപരമായിട്ടും മതപരമായിട്ടുള്ള വാല്യൂസിനെ പറ്റിയിട്ട് ഇതിൽ പറയുന്നുണ്ട് അല്ലേ, മതേതരത്വത്തെ പറ്റി ഇതിൽ പറയുന്നുണ്ട്. അതുപോലെ തഹ്മുൽ റിസാലത്ത് ഹുബ്ബിൻ വ സലാമിൻ കേരള ഇലൽ ആലം, കേരളത്തിന്, ലോകത്തോട് കേരളത്തിന് സമാധാനവും സ്നേഹവും എന്നൊരു സന്ദേശം ഇതിൽ ഉൾപ്പെടും. മൊത്തത്തിൽ കേരളത്തിൻ്റെ ഭംഗിയും അതുപോലെ ഇവിടുത്തെ മതസൗഹാർദ്ദവും പ്രകൃതിയും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ഖൈറുള്ള എന്ന ഈ കസീദയുടെ ഖുലാസ ചോദിക്കുകയാണെങ്കിൽ നമ്മൾ എഴുതേണ്ടത്. ഓക്കെ, ഇത് നമ്മുടെ അവസാനത്തെ ഒരു പാർട്ടാണ്. ഉക്തു മക്കാലത്തൻ, മക്കാല എന്ന് പറഞ്ഞാൽ പ്രബന്ധം, എസ്സെ എഴുതുക എന്നുള്ള. അൻ ഉൻവാനിൻ വാഹിദിൻ മിനൽ അനാവിന് താലിയ, താഴെ 2 ടൈറ്റിൽ കൊടുത്ത് 2 ചോദ്യങ്ങളുണ്ട്. അതിലുള്ള ഒരു ചോദ്യത്തിന് എന്ത് ചെയ്യുക, നിങ്ങൾ ആൻസർ ചെയ്യുക എന്നുള്ളതാണ്. അഷറു ജുമലിൻ അലല്ലക്കല്ല്, എസ്സെ ആകുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ നേരത്തെ ഷോർട്ട് പാരഗ്രാഫ് ഫോം ചെയ്യേണ്ട എന്താണ്, നമ്മൾ 6 സെൻറ്റൻസ് മിനിമം എഴുതണം എന്നുള്ളതാണ്. എസ്സെ ആകുമ്പോൾ 10 പോയിൻ്റ്, നമ്മൾ മിനിമം 10 പോയിൻ്റ് ഉണ്ടായാൽ എന്ത് ചെയ്യും, നിങ്ങൾക്ക് മാർക്ക് കിട്ടും, ഫുൾ മാർക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഏതൊക്കെ ചോദ്യം നോക്കാം. ഒന്നാമത്തെ ചോദ്യം അൽ ഇസ്തിഅമാറാത്തുൽ അജ്നബിയ അല കേരള, കേരളത്തിലേക്കുള്ള, കേരളത്തിൻ്റെ മേലുള്ള വൈദേശിക ആധിപത്യം. മുസാഹമാത്തുൽ ഉലമാ, അതിനെതിരെയുള്ള പണ്ഡിതന്മാരുടെ പ്രവർത്തനങ്ങളും അല്ലേ. ഇതാണ് നമുക്ക് എസ്സേ കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്, ആദ്യമായിട്ട് കേരളത്തിലേക്ക് ആരൊക്കെയാണ് അധിനിവേശത്തിന് വന്നതിലെ മറാഹിൽ ഇസ്തീമാർ, ഇസ്തീമാറിൻ്റെ വ്യത്യസ്ത ഘട്ടങ്ങൾ നമ്മൾ പറയണം. അതിലാദ്യം വന്നത് ആരാണ്? പോർത്തുഗാലാണ് അല്ലേ. വാസ്കോഡ ഗാമ 1498 വന്നത്. തിജാറത്തു തവാബുൽ അല്ലേ, അവരിവിടുത്തെ സ്പൈസസ്, സുഗന്ധവ്യഞ്ജനങ്ങളൊക്കെ കച്ചവടം ചെയ്യാൻ ഉദ്ദേശത്തിൽ വന്നതായിരുന്നു. ഇൻതഹ അവർ 1658 ഇവിടെ അവസാനിച്ചു. അപ്പോൾ നമുക്ക് ചെറിയൊരു സബ് ഹെഡിങ് ആക്കിയിട്ട് അങ്ങനെ കൊടുക്കാം. അതുപോലെ ഹോളണ്ട്, അതിനുശേഷം 1658 മുതൽ ഹോളണ്ടുകാരായിരുന്നു, അവരുടെയും ലക്ഷ്യം തിജാറാത്തുൻ കച്ചവടമായിരുന്നു. ഇൻതഹാബി കുദോമി ബരീത്വാൻ, ബ്രിട്ടൻ്റെ വരവോടുകൂടെ ഹോളണ്ടുകാരെ അധിനിവേശം ഇവിടെ അവസാനിച്ചു. അങ്ങനെ മൂന്നാമത്തെ ടീമാണ് ബരീത്വാൻ, 1795 വരുന്നത്, 947 വരെ, നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നവരെ. അങ്ങനെ യൊക്കസിമുൽ മനാത്വിക്, അവർ നമ്മുടെ നാടുകളൊക്കെ അവർ വേർതിരിച്ചു അല്ലേ. ത്രിഫാൻഡ്രം, കൊച്ചി, മലബാർ എന്നൊക്കെ പണ്ട് വ്യത്യസ്ത നാട്ടുരാജ്യങ്ങളാക്കി മാറ്റി.
ഇതാണ് കേരളത്തിലേക്ക് നടന്ന അധിനിവേശത്തിൻ്റെ ഒരു ഷോട്ട്. ഇത് ഞാൻ ഷോർട്ടാക്കിയതാണ്. നിങ്ങൾ ഇത് കേന്ദ്രീകരിച്ചു കൊണ്ടാണ് നിങ്ങൾ പോയിന്റ് കൊടുക്കേണ്ടത്. ഓക്കെ, ഇനി നമ്മൾ അധിനിവേശം നമ്മൾ പറഞ്ഞു. ഇനി നമ്മൾ പറയേണ്ടത് എന്താണ്? സ്വാതന്ത്ര്യ സമരങ്ങളും അതിൻ്റെ നീക്കങ്ങളുമാണ്. ഹറക്കാത്തു തഹരീർ നമ്മൾ പറയണം. അത് നിർബന്ധമായിട്ട് നമ്മൾ എസ്സേയിൽ ഉൾപ്പെടുത്തുന്ന ഒരു പോയിൻ്റാണ് ഹറക്കത്തു മലബാർ 1921 മലബാർ കലാപം. അതുപോലെ ഹറക്കത്തുൽ ഖിലാഫിലെ ഖിലാഫത്ത് മൂവ്മെൻറ്റ്, അതുപോലെ ഹറക്കത്തു അദമുത്താവ നിസ്സഹകരണ പ്രസ്ഥാനം. ഇതൊക്കെ നമ്മൾ നിർബന്ധമായിട്ടും ഇതിൻ്റെ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൽ ആഡ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. നമ്മുടെ ചോദ്യം വന്ന ഇങ്ങനെയാണ്, മുസഹമത്തുൽ ഉലമ അല്ലേ, പണ്ഡിതന്മാരുടെ പ്രവർത്തനങ്ങളാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? കുറച്ച് പണ്ഡിതന്മാരെ പേര് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കൽ നിർബന്ധമാണ്. അതിൽപ്പെട്ട 2-3 ആളുകളാണ് അലി മുസ്ലിയാർ, ഉമർ ഖാലി, സയ്യിദ് അലി മംഫറം ഒക്കെ. അപ്പോൾ ഇത്രയും പോയിന്റുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് മിനിമം ഒരു 10 സെൻറ്റൻസ് എങ്കിലും ഉൾപ്പെടെയുള്ള ഒരു എസ്സേ ആണ് നിങ്ങൾ എഴുതേണ്ടത്. ഓക്കെ, അടുത്ത എസ്സേ ക്വസ്റ്റ്യൻ നോക്കാം. അൽ മുദക്കറത്തുൽ ഇസ്തിഹ്സാനിയ ലി റിവായത്തി ചെമ്മീൻ അല്ലേ, ചെമ്മീൻ എന്ന നോവൽ അതിൻ്റെ ഒരു ആസ്വാദനക്കുറിപ്പ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ചെമ്മീൻ എന്ന നോവൽ ആദ്യം നമ്മൾ എഴുതേണ്ട എന്താ? ഇത് എഴുതിയത് ആരാണ് അല്ലേ? റിവായത്തുൻ മലയാളമിയ കത്തബഹ തകഴി ശിവശങ്കരപ്പിള്ള. 1956 തകഴി ശിവശങ്കരപ്പിള്ളയാണ് എഴുതിയിട്ടുള്ള പ്രസിദ്ധമായിട്ടൊരു മലയാളം നോവലാണ് ഏത്? ചെമ്മീൻ എന്ന് പറയുന്നത് അല്ലേ. തദൂറു അഹ്ദാസുഹ ഫി ഖറിയത്തിൻ സാഹലിയ ബി വിലായത്തി കേരള. കേരള സംസ്ഥാനത്തിലെ ഒരു തീരപ്രദേശത്തെ, ഖറിയത്തുൻ സാഹില തീരപ്രദേശത്തെ സംഭവങ്ങളെ ചുറ്റിപ്പറ്റിയിട്ടുള്ള ഒരു കഥയാണ് ഈ ചെമ്മീൻ എന്നുള്ളത്. തഹ്കീ കിസ്സത്തെ ഹുബ്ബി മസാവിയം ബൈന കറുത്തമ്മ പരീക്കുട്ടിലെ, കറുത്തമ്മയും പരീക്കുട്ടിയും തമ്മിൽ നടക്കുന്ന ഒരു ട്രാജഡിക്കലായിട്ടുള്ള ഒരു സ്നേഹ കഥയാണ് ഇതിൽ പറയുന്നത്. തസൈത്തറ ഖുറാഫത്തുൽ ബഹരി അല മസീർ സ്വയ്യാദിൻ. അവിടെയുള്ള മത്സ്യബന്ധന ആളുകളുണ്ടല്ലോ, അവർക്കിടയിലുള്ള കുറേ അനാചാരം, കടലിൻ്റെ അനാചാരങ്ങൾ, അതിനെ പറ്റിയൊക്കെ അതിൽ പറയുന്നുണ്ട്. ഉജിബിറത്ത് കറുത്തമ്മ അല സിവാജ് മിൻ പളനി. അങ്ങനെ ഈ ഒരു സ്നേഹം നാട്ടുകാരൊക്കെ അറിഞ്ഞപ്പോൾ പളനി എന്ന ഒരാളുമായിട്ട് വിവാഹം കഴിക്കാൻ കറുത്തമ്മയെ നിർബന്ധിക്കപ്പെടുന്നുണ്ട് അല്ലേ. അതുപോലെ തന്നെ അങ്ങനെ കല്യാണമൊക്കെ കഴിഞ്ഞെങ്കിലും ബക്കിയ ഹുബ്ബു ഹാലി പരീക്കുത്തി റഹ്മ സിവാജ്. കല്യാണം കഴിഞ്ഞെങ്കിലും ഈ പരീക്കുട്ടിയുമായിട്ടുള്ള സ്നേഹം കറുത്തമ്മക്ക് അപ്പോഴും ഉണ്ടായിരുന്നു അല്ലേ. അതുപോലെ ഈ ഒരു നോവൽ ഉൾപ്പെടുത്തിയത് തനാക്കശ റിവായ ചർച്ച ചെയ്യുന്നത് അൽ ഖുറാഫാത്ത് വൽ ഖുയൂദ് ദീനിയ വൽ ഇജ്തിമാഇയ. അതായത് സാമൂഹികപരമായിട്ടും മതപരമായിട്ടുള്ള കുറേ അനാചാരങ്ങളും കുറേ നിബന്ധനകളൊക്കെ ഈ നോവൽ എന്ത് ചെയ്യുന്നുണ്ട്? ചർച്ച ചെയ്യുന്നുണ്ട്. തെൻതഹി നിഹായത്തൻ ഹസീൻ അല്ലേ. ഈ നോവൽ അവസാനിക്കുന്ന 2 പേരും മരണപ്പെടുകയാണ് അല്ലേ. ദുഃഖകരമായ ഒരു എൻഡിങ് ആണ്. അദ്ദു ആമലൻ ക്ലാസിക്കിൻ ഖാലിദൻ. എപ്പോഴും ഒരു ക്ലാസിക്കൽ രചനയായിട്ട് നിൽക്കുന്ന ഒരു രചനയാണേത്? ഈ ചെമ്മീൻ എന്ന നോവൽ അല്ലേ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരു മക്കാല വരുമ്പോൾ നമ്മൾ ഇങ്ങനെയാണ് ഈ മക്കാല എഴുതേണ്ടത്. ഈ പോയിന്റുകൾ ഈ ഒരു ഇതിൽ ഉൾപ്പെടുത്തിയിട്ട് ഏകദേശം 8 പോയിന്റുകളുണ്ട്. നിങ്ങളുടേതായിട്ടുള്ള 2 പോയിന്റുകൾ കൊടുത്തിട്ട് എന്ത് ചെയ്യുക? 10 സെൻറ്റൻസ് ആക്കിയിട്ട് മനോഹരമായിട്ടുള്ള ഒരെസ്സേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ്. സിമ്പിളായിട്ടുള്ള എക്സാം ആയിരിക്കും. നമുക്ക് കുറച്ച് പേജുകൾ പഠിക്കാനുള്ളൂ, ദിവസങ്ങളുണ്ട്. കൃത്യമായിട്ട് എന്ത് ചെയ്യുക? ഒരുങ്ങുക. ഓക്കെ, ടുമോറോ ഇസ് യുവേഴ്സ് അല്ലേ. നിങ്ങളുടെ ദിവസമാണ്. പ്രിപ്പയർ വെൽ. അപ്പോൾ നന്നായിട്ട് എക്സാമിന് ഒരുങ്ങുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.